+2 പരീക്ഷ പാസ്സായൊരു വിദ്യാർത്ഥിനിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ CBSE ആണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്ന മാർക്ക് നിലവാരം ഉണ്ടെങ്കിലും ശതമാനം എന്ന് വെച്ചാൽ മാർക്കിൻ്റെ ശതമാനം വെച്ച് നോക്കുമ്പം സാധാരണ സ്റ്റേറ്റ് സിലബസിൽ എഴുതിയ വിദ്യാർത്ഥികൾക്കുള്ളതിൻ്റെ മാർക്ക് ശതമാനത്തേക്കാൾ കുറവാണ്. എന്ന് വെച്ചാൽ നേഴ്സിംഗ് ആണ് പഠിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ ആ നേഴ്സിംഗ് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടാത്തൊരു ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു നിരാശയാണ്. കാരണം പ്രതീക്ഷിച്ച ഒരു ഒരു പ്രൊഫഷൻ എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോഴത്തെ നിലവിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് അനുഭവിക്കുന്നൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഈ കുട്ടിയും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ പഠിക്കാനൊരു സ്ഥലം കിട്ടാത്തൊരു സാഹചര്യം, മാർക്ക് കുറവാണെന്നില്ല, നന്നായി മിടുക്കിയായിട്ട് പഠിക്കുന്നൊരു കുട്ടി കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു അസന്നിഗ്ധാവസ്ഥ, ഒരു തീർച്ചയില്ലായ്മയുടെ ഒരു അസ്വസ്ഥതയിൽ നിന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു മുൻപോട്ട് പോകുമ്പോഴാണ് പിന്നെ എന്ത് സാധ്യതയാണുള്ളത്, മുന്നോട്ട് പോകുമ്പം ഒരു ജോലി, ഒരു പഠനം, ഭാവി ജീവിതം എങ്ങനെ സുസ്ഥിരമാക്കാം എന്ന് ആലോചിച്ചപ്പോൾ പല വഴികളും പല ആളുകൾ പല ഉപദേശങ്ങൾ, കരിയർ അഡ്വൈസസ് ഒക്കെ നൽകിയപ്പം അതിൽ നിന്ന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മെച്ചപ്പെട്ടതെന്ന് അവൾക്ക് തോന്നിയൊരു കാര്യമാണ് വിദേശ രാജ്യത്ത് പഠനത്തിന് പോവുക. അവിടെ പഠനം പൂർത്തിയാക്കിയിട്ട് ജോലിക്ക് വേണ്ടി അവിടെ സ്ഥിരമായ താമസത്തിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. അതിൻ്റെ ഭാഗമായാണ് ഇപ്പം ഈ ഭാഷാ പഠനത്തിന് വേണ്ടി പോയത്. ഈ ഭാഷാ പഠനത്തിന് പോയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ ഈ ഭാഷ പഠിക്കാനായിട്ട് പോകുന്നു. പക്ഷേ ഈ പഠിക്കുന്ന സാഹചര്യത്തിൽ അവരോട് ഒത്ത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ, എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഭാഷാ പഠനം അത്ര എളുപ്പമല്ല. ഭാഷാ പഠനം എളുപ്പമല്ലാത്തൊരു സാഹചര്യത്തിൽ ഭാഷ പഠിക്കാൻ താല്പര്യക്കുറവുള്ള വ്യക്തി കൂടിയാകുമ്പം അതിനേക്കാളേറെ വെല്ലുവിളിയാണ്. ആദ്യമേ തന്നെ ഈ പരീക്ഷയുടെ മാർക്ക് കുറവുള്ളതിൻ്റെ ഒരു അസ്വസ്ഥതയും അങ്കലാപ്പും ആകുലതയൊക്കെ ഉള്ളിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇത്തരത്തിലൊരു പുതിയ സാഹചര്യത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെല്ലുവിളികൾ. അതൊരിക്കലും താങ്ങാൻ പറ്റാത്തതായിട്ട് മാറി. എന്ന് വെച്ചാൽ സ്വതവേ ഇതുപോലെ ഒരു ദുർബലമായൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു. അപ്പം അതിനേക്കാൾ ശക്തമായ വെല്ലുവിളികൾ നേരിടാനുള്ള ഒരു മാനസികാവസ്ഥയും കൂടി വ്യക്തിക്കില്ലാത്തൊരു സാഹചര്യം. കൂട്ടത്തിൽ ചിന്തിക്കാൻ തുടങ്ങി, ഈ ഭാഷ പഠിച്ച് ഇനി ജോലി കിട്ടിയില്ലെങ്കിലോ, അതിനുവേണ്ടി മുടക്കിയ പണം നഷ്ടമായാലോ, അങ്ങനെ എല്ലാം കൂടിയായപ്പം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. എന്ന് വെച്ചാൽ മാനസികമായിട്ട് വല്ലാതെ തളർന്നു പോയി എന്നർത്ഥം. അപ്പം +2 കഴിഞ്ഞിട്ട് പഠനം തുടരാൻ പറ്റാത്തൊരവസ്ഥ, ഒരു പുറത്ത് ജോലി വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഒരുക്കം നടത്തിയപ്പം അതിനും ഉള്ള ആത്മവിശ്വാസമില്ലാത്തൊരവസ്ഥ എന്ന് വേണ്ട. അതുമാത്രമല്ല, ഒരു ജീവിതം തന്നെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥയിലെത്തി നിന്നു. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. എന്ന് വെച്ചാൽ ഇനി ഇതിനേക്കാൾ നല്ലത് ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് നല്ലതെന്ന് പോലും തോന്നുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി. വാസ്തവത്തിൽ പലരും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ വേറൊരു ജോലി സാധ്യതയുള്ള വേറെ പഠന മേഖലയുണ്ടല്ലോ, നമുക്ക് അവിടേക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ജനറൽ നഴ്സിംഗ് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് നമുക്ക് പണം കൊടുത്തിട്ടായാലും നമുക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നോക്കാം, നീ പേടിക്കേണ്ട. പക്ഷേ എന്നിരുന്നാലും അതുപോലെ തന്നെയാണ് അപ്പോഴും ചിന്തയുണ്ട്. എന്നാൽ ഇതിനേക്കാൾ നല്ല വിദേശ രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ജോലി കിട്ടും, അവിടെ പഠനം നടത്തി അവിടെ ജോലി കിട്ടുകയാണെങ്കിൽ മാതാപിതാക്കളെ സഹായിക്കാം, വീണ്ടും ഒരു ഉയർന്ന നിലവാരത്തിലേക്ക്, ജീവിത നിലവാരത്തിലേക്ക് മാറാം. വാസ്തവത്തിൽ ഇതിനൊക്കെ സാധിക്കുന്ന ഒരു ബുദ്ധി കഴിവൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഈ എല്ലാ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്ന് വെച്ചാൽ നല്ല മാർക്ക് കിട്ടിയില്ലെന്നൊരു തോന്നൽ, ഇനി നാട്ടിൽ നല്ലൊരു കോഴ്സ് കിട്ടില്ല എന്നൊരു തോന്നൽ, ഇനി പഠിച്ചാൽ അത് ഭാവിയിൽ ഉപകാരപ്പെടും, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകാൻ പറ്റുമോ, അവിടെ ജോലി കിട്ടുമ്പം എന്തായിരിക്കും, അവിടെ പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ടോ, അവിടെ ചെന്നാലുള്ള പുതിയ സാഹചര്യങ്ങളോട് തനിക്കിങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ ആകുലതകളെയും കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലെത്തി.
വാസ്തവത്തിൽ ഈ കുട്ടി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലേ, നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മളും ഈ വ്യക്തിയുടെ കഥ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ പറയാറുണ്ട്, ഇതുപോലെ പലരും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പ്രതിസന്ധിയിലാണ്. എന്ന് വെച്ചാൽ ഇപ്പം കോവിഡിന് ശേഷമുള്ളൊരു സാഹചര്യത്തിൽ പഠനത്തിൻ്റെ മാർക്കിൻ്റെ നിലവാരങ്ങൾ വെച്ച് നോക്കുമ്പം ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലെ പ്രതീക്ഷിച്ചൊരു കോഴ്സിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. കാരണം നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കുന്നു. എന്നിട്ട് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ സാധ്യതകളെ തേടുന്നു. ഒരുപക്ഷെ നമുക്ക് ഉള്ള അറിവുകൾ പരിമിതമാകാം. എന്ന് വെച്ചാൽ ഒരുപക്ഷെ നമ്മുടെ വീട്ടുകാർക്കോ നമുക്കോ ഈ വ്യക്തിക്കോ ഉള്ള അറിവ്, പെൺകുട്ടിക്കോ ഉള്ള അറിവ് പരിമിതമാകാം. അപ്പം അതുകൊണ്ട് ഇനിയുള്ള സാധ്യതകളെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ ഒരു മെച്ചപ്പെട്ടൊരു സാഹചര്യത്തിലേക്ക് മാറാം എന്ന് അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം ഉറപ്പായിട്ടും ഉണ്ട് എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ മാത്രമല്ല ഇപ്പം അനുഭവിക്കുന്ന ഈ ആകുലതയുള്ളത്, എന്നെപ്പോലെ അനേകം കുട്ടികൾ ഈ സാഹചര്യത്തിൽ ഒരേ ആകുലതയുള്ളവരുണ്ട്. അപ്പം അതുകൊണ്ട് അതിനൊരു പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ഇനിയും തുടരണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതോടെല്ലാം തീർക്കരുത്. സാധ്യതകളുണ്ട്, സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടെന്ന് മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ഈ കുട്ടിക്ക് സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഭാവിയിലെ നടക്കാൻ സാധ്യതയുള്ള ഒരുപാട് ദുരന്തങ്ങളെയാണ് ഓർത്തുപോയത്. എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ കോഴ്സ് കൃത്യമായിട്ട് തുടരാൻ സാധിക്കാതെ വരുമോ, എൻ്റെ മാതാപിതാക്കൾ വാങ്ങിയ ലോൺ എടുത്ത കാശ് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വരുമോ, ഇങ്ങനെ ഒരു അനേകം അസാധ്യതകളുടെ ലിസ്റ്റാണ് മുന്നിലുള്ളത്. ഈ കുട്ടിക്ക് വേണ്ടിയിരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തെ ഏറ്റവും നന്നായിട്ട് അതിജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ അങ്ങനെയാണല്ലോ പറയുക, വലിയൊരു കുന്നുപോലത്തെ ഒരു പ്രശ്നത്തെ ഒറ്റ അടിക്ക് നമുക്ക് തീർക്കാൻ പറ്റില്ല. പക്ഷെ കുറേശ്ശെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ചില പരിശ്രമങ്ങൾ ഈ ഭാഗത്ത് നടത്താൻ സാധിക്കും. അതുകൊണ്ട് ഭാവിയെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ആകുലത ഉണ്ടെങ്കിൽ പോലും ആ ആകുലതയെ മാത്രം ഫോക്കസ് ചെയ്യാതെ ചിലപ്പോഴൊക്കെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ ഒന്ന് വിലയിരുത്തി ഏറ്റവും നന്നായിട്ട് ജീവിതത്തിൽ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എന്ന രീതിയിൽ തന്നെ ബലപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് നല്ലത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിക്ക് സംഭവിച്ചത് ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്, പഠിക്കാനുള്ള നല്ല മിടുക്കുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ ചില സാഹചര്യങ്ങൾ കൊണ്ട്, ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് ഒരു അവസരം നഷ്ടപ്പെട്ടപ്പം താൻ ഒരു കഴിവുമില്ലാത്ത ഒരാളായിട്ട് മാറി എന്നൊരു ചിന്തയാണ്. ഞാൻ ഒരു കഴിവില്ലാത്തൊരാൾ, ഞാൻ പഠിക്കാനൊരു മിടുക്കില്ലാത്തൊരാൾ. നമ്മൾ ഈ സൈക്കോളജിയിൽ സാധാരണ ഇറാഷണൽ ബിലീഫ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ യാതൊരു യുക്തിസഹജമല്ലാത്ത ചില തീരുമാനങ്ങൾ, ചില ധാരണകൾ സ്വന്തം ജീവിതത്തെക്കുറിച്ചെത്തി. ഞാൻ ഒന്നിനും കൊള്ളാത്തൊരാളാണ്, എന്നെ കൊണ്ടൊരു നന്മയുണ്ടാവാൻ സാധ്യതയില്ല എന്ന് നമ്മളെക്കുറിച്ച് തന്നെ അനാവശ്യ വിധിയെഴുത്തലുകൾ നടത്തിയതിൻ്റെ ഒരു ഫലമാകാം ഇത്രയേറെ ആകുലതയിലും പ്രശ്നത്തിലുമാകുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പം അതിനെ പരിഹരിക്കാനോ സഹായം തേടാനോ ഈ വ്യക്തി ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അപകടം. എന്ന് വെച്ചാൽ ഇതെല്ലാം ഉള്ളിലൊതുക്കി കൊണ്ട് നടന്നു, ആരോടും പറഞ്ഞില്ല. താൻ ഇത്രയും ഒരു വലിയ ഉത്കണ്ഠയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാത്തതിൻ്റെ പേരിൽ ഇന്ന് ആ വ്യക്തിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലെത്തി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ, മരിച്ചാൽ മതിയെന്ന് തോന്നുന്നൊരവസ്ഥ, അത്രയ്ക്കും നിരാശയിലേക്ക് മാറി എന്നുള്ളതായി. വാസ്തവത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ കുട്ടി ചെറുപ്പമാണ്, ഇനിയും വളരുന്നേ ഉള്ളൂ, സാഹചര്യങ്ങൾ ഇന്ന് മാത്രമുണ്ട്. ഇനി പഠനം മാത്രമല്ല, ഈ ഒരു അവസ്ഥയിൽ മാത്രമല്ല, വേറെ രീതിയിലും ജീവിതത്തിൽ വിജയത്തിലെത്താൻ പറ്റുമല്ലോ, വേറെ നല്ല നല്ല മാർഗങ്ങൾ ഇനിയും കണ്ടെത്താൻ പറ്റുമല്ലോ എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയ ഒരു വ്യക്തിയുടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടി എന്ന് വെച്ചാൽ ഈ ഒരു ആകുലതയെ ആരോടും പറയാതിരുന്നു എന്നുള്ളതാണ്. പറയാതിരുന്നത് കൊണ്ട് തന്നെ ഓരോ ചെറിയ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളായിട്ട് മാറി. പിന്നെ മാതാപിതാക്കളെ നോക്കുമ്പം അവരനുഭവിക്കുന്ന ആകുലതകളെ നോക്കുമ്പം അതും ഞാൻ കാരണമാണല്ലോ അവരിത്രയേറെ ടെൻഷൻ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഓർത്ത് സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ എല്ലാം കൊണ്ടും സ്വയം എരിഞ്ഞ് ഇല്ലാതെയാകുന്ന അവസ്ഥയിലേക്ക് ഇത്രയും ചെറുപ്പത്തിൽ മാറിയെന്നുള്ളതാണ് ഈ പെൺകുട്ടിക്ക് പറ്റിയ അപകടം. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും കുട്ടിക്ക് ഒരു മാറ്റം രക്ഷപ്പെടാൻ കഴിയില്ലേ? ഉറപ്പായിട്ടും മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും ഈ കുട്ടിക്കൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം അത്രയും
സാധ്യതകളും നന്മകളും ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിയോട് പറയാൻ ശ്രമിക്കേണ്ട, അല്ലെങ്കിൽ കുട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൈക്കോളജിയിലെ ഒരു തിയറി ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, റിയാലിറ്റി തെറാപ്പിയാണ് ഞാൻ ഉപയോഗിക്കാറ്. അതിൽ ചോയ്സ് തിയറി എന്ന് പറയുന്ന തിയറി ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു സാധ്യതയെ മാത്രം നോക്കി നിൽക്കുന്നവരായി നമ്മൾ നിരാശപ്പെടും. അനേകം സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ജീവിതത്തിൽ രക്ഷപ്പെടാനും ജീവിതത്തെ വളർത്താനും കഴിയുന്ന ഒരുപാട് സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു സാധ്യതയുടെ മുൻപിൽ തോറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധ്യതയുടെ മുൻപിൽ വഴി അടയ്ക്കപ്പെടുമ്പം അതോടെ എല്ലാം തീർന്നു എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. വാസ്തവത്തിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, അതിനെ അന്വേഷിക്കാനുള്ള ഇടങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ഈ പെൺകുട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സാധ്യതകളെ മാത്രമല്ല, ഒരു സാധ്യത അടഞ്ഞു പോയാൽ എല്ലാം തീർന്നു പോയെന്ന് കരുതുന്ന ഒരു നിരാശയിലേക്ക് പോകുന്നതിന് പകരം ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളൊരു പ്രത്യാശയിലേക്ക് വളരണം. ഒരുപക്ഷെ നമുക്ക് മാത്രം അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അതിന് നല്ല എക്സ്പേർട്സ് ഉണ്ട്, അല്ലേ? നമ്മൾ സാധാരണ കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറയുന്ന ചില സംവിധാനങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് അന്വേഷിച്ച് പോകേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരുപാട് സാധ്യതകളെ കണ്ടെത്താൻ കഴിയുന്ന എക്സ്പേർട്സിനെ നമ്മൾ അന്വേഷിക്കണം, അല്ലേ? വാസ്തവത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തെ കണ്ടെത്താൻ കഴിയുന്ന നിലപാടുകൾ എടുക്കാനായിട്ടുള്ള ഒരു പ്രതീക്ഷ ആവശ്യമുണ്ട്. വസ്തുതയിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകണമെങ്കിൽ തന്നെ ബലപ്പെടുത്താനായിട്ട് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടോ, അല്ലെങ്കിൽ തന്നെ സഹായിക്കാൻ കഴിയുന്ന, സ്വയം തീരുമാനം എടുക്കാൻ പറ്റാത്ത സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നിട്ട് ഏറ്റവും നല്ല സാഹചര്യങ്ങളെ കണ്ടെത്താനൊരു ശ്രമം നടത്തും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുത്. ഞാൻ പൊതുവെ എല്ലാവരോടും പറയാറുള്ള, എനിക്കിഷ്ടപ്പെട്ടൊരു വാക്കാണ്, എല്ലാം ശരിയാകും. ശരിയാകാതെ എവിടെ പോകാനാണ്? അപ്പം അതുകൊണ്ട് എല്ലാം ശരിയാകുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയിൽ സാധ്യതകളെ തിരയുക. അപ്പോൾ നമ്മൾ ആ സാധ്യതകളെ തിരയുമ്പം നമുക്ക് ആവശ്യമുള്ള സാധ്യതകളെ കണ്ടെത്താനുള്ള വലിയ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ മാറും. നമ്മളത് കണ്ടെത്താനുള്ള സാഹചര്യം ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ശ്രമം തീർച്ചയായിട്ടും നടത്തണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ തോൽവിയാണെന്ന് കരുതരുത്. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സംഭവത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു 17 വയസ്സിൽ നടന്ന ഒരു കാര്യത്തിൽ ഞാനൊരു അന്വേഷിച്ചൊരു കോഴ്സ് കിട്ടിയില്ല എന്നുള്ളതിന് പേരിൽ ഞാൻ പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് പറയാൻ പറ്റുമോ ജീവിതത്തിൽ? ഇല്ല. വേറെ എന്തുമാത്രം നന്മകളുള്ളത്, അല്ലേ? മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നൊരു നന്മ, മറ്റുള്ളവരോട് സഹാനുഭൂതി തോന്നുന്ന നന്മ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്ന നന്മ. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നു, ഒരു പഠന പഠനത്തിൻ്റെ പേരിൽ ഉണ്ടായ ഒരു ചെറിയ ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ നന്മയും ഇല്ലാതാക്കൂ? ഇല്ല. അതുകൊണ്ട് ഈ കുട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു പഠനത്തിൻ്റെ പേരിലുണ്ടായ ഒരു പ്രതിസന്ധിയുടെ പേരിൽ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് തോന്നാതിരിക്കുക. ജീവിതത്തിൽ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് നമുക്ക്. ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ പോലും നമുക്ക് വേറൊരു സാഹചര്യങ്ങളിൽ ഇനിയും നമുക്ക് വിജയിക്കാൻ പറ്റുമല്ലോ, ഉറപ്പായിട്ടും. അല്ല, ഇപ്പം തന്നെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കിട്ടും. ഒരല്പം വൈകിയെന്നേ ഉള്ളൂ എന്ന് പറയില്ലേ? അപ്പം ചില സമയത്തെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില സമയങ്ങൾ വൈകി എന്നുള്ളത് കുറേ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മൊത്തം ലൈഫ് സ്പാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ സമയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ഈ സമയങ്ങളൊന്നും നഷ്ടമല്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും, അല്ലേ? അതിനേക്കാളും വലിയതാണ് നമുക്കുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യം, നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല അവസ്ഥകൾ. അതൊക്കെ നമ്മൾ ഒന്ന് കണക്കിലെടുത്ത്
വീണ്ടും പരിശ്രമിക്കുന്നു, എന്നിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. അതുകൊണ്ട് മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താനുള്ള നല്ല പരിശ്രമങ്ങൾ നടത്തുക. നമ്മളെ തന്നെ നിരാശപ്പെടുത്തി നമ്മുടെ എല്ലാ സാധ്യതകളും ഇല്ലാതെയാക്കുന്ന ഒരു മാനസിക ആരോഗ്യത്തിലേക്ക് എത്തിക്കരുത്. എന്ന് വെച്ചാൽ ഏറ്റവും പ്രത്യാശയോടെ ജീവിക്കാൻ പറ്റുന്ന വ്യക്തിയായിട്ട് മാറുക. അതിന് സഹായിക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾ എടുക്കുക. എന്ന് വെച്ചാൽ ഒരുപക്ഷെ മാതാപിതാക്കൾ, നമ്മുടെ കൂടെയുള്ളവർ എല്ലാവരും നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ്. അവർ നടത്തുന്ന ത്യാഗങ്ങൾ പോലും ഒരുപക്ഷെ അവർ നമുക്ക് വേണ്ടി നടത്തുന്ന കടം വാങ്ങിച്ചതോ നമുക്ക് വേണ്ടി എടുക്കുന്ന ത്യാഗങ്ങളോ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് കരുതാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതോർത്ത് നമ്മൾ വിഷമിക്കരുത്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുമ്പോൾ, വിജയത്തിലെത്താൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പേരിൽ കുറേ ത്യാഗങ്ങളുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരും ത്യാഗം എടുത്തിട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ അവരാ ത്യാഗം ചെയ്യുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് ആ സ്നേഹം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ആകുലപ്പെടേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ അവർ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർ നമുക്ക് വേണ്ടി എന്തുമാത്രം വേദന, സങ്കടങ്ങൾ എടുക്കാനും തയ്യാറാണ്. അതൊരിക്കലും കുറ്റബോധത്തോടെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടും അല്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട്, കുടുംബാംഗത്തിന് വേണ്ടി, മകൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. അതൊരു ഔദാര്യമായിട്ടോ അല്ലെങ്കിൽ അവരെനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയൊന്നും ചിന്തിക്കരുത്. അത് നമ്മുടെ ഒരു അവകാശമാണ്. മകളെന്ന രീതിയിൽ അവർ ചെയ്യുന്ന എല്ലാ ത്യാഗങ്ങളെയും വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുക. അത് എനിക്ക് ചെയ്യേണ്ടി വന്നല്ലോ എന്നോർത്തൊരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു നഷ്ടബോധമൊന്നുമല്ല ആവശ്യം. അവർ എനിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് അതിനൊക്കെ തിരിച്ച് മറുപടി നൽകാൻ, അവർക്ക് അതിനുവേണ്ടിയുള്ള തിരിച്ച് സ്നേഹിക്കാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉറപ്പായിട്ടും ദൈവം തരുമെന്നുള്ള പ്രത്യാശയിൽ ജീവിക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് ഏറ്റവും ആവശ്യം ഇപ്പം നടത്തേണ്ട ചെറിയ ചെറിയ പരിശ്രമങ്ങളെ ഏറ്റവും നല്ല ഒരു പ്രതീക്ഷയോടെ നടത്താൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഉറപ്പായിട്ടും ഈ ലക്ഷ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പ്രത്യാശയോടെ ഈ ലക്ഷ്യത്തിലേക്ക് നയിക്കുമ്പം, നമ്മളെ തന്നെ ബലപ്പെടുത്താൻ ശ്രമിക്കുമ്പം ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ നമുക്ക് ഭംഗിയായിട്ട് അതിജീവിക്കാൻ പറ്റും. വളരെ ധൈര്യത്തോടെ അതിജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പെൺകുട്ടിയോട് ആശംസിക്കാനുള്ള അല്ലെങ്കിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ധൈര്യമാണ്, ഒരു പോരാളിയുടെ ധൈര്യം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ചിലപ്പോഴൊക്കെ സമയത്ത് ചോദിക്കാറുണ്ട്, ഡു യു വാണ്ട് ടു ബി എ ലൂസർ ഓർ എ ഫൈറ്റർ? ഉറപ്പായിട്ടും ഫൈറ്റർ. നമ്മൾ ഫൈറ്റ് ചെയ്തേ പറ്റൂ. ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്യും. ചെറിയ ചെറിയ തോൽവികൾ കൊണ്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്തരുത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയണം. തോൽപ്പിച്ചെന്നെ തോൽപ്പിക്കരുത്. കാരണം ഞാൻ ഒരു തോറ്റ് പിന്മാറാനുള്ള വ്യക്തിയല്ല, ജയിച്ചിട്ടേ പിന്മാറും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ധൈര്യവും പ്രത്യാശയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉറപ്പായിട്ടും അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൂടെ വിജയം ഉറപ്പായിട്ടുമുണ്ട്.